ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യലായ ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ ഡ്രൈ ഫ്രൈ ആണ്. ഇത് എൻ്റെ തന്നെ ഒരു മസാലയാണ്. ഇത് ബിഗിനേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല നോക്കാം. ഒരു 5-10 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി എടുക്കാം, അതാവും നല്ല ടേസ്റ്റ്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു 5 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 വലിയ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി അതിലേക്ക് ഗരം മസാലയായിട്ട് ഒരു ടേബിൾ സ്പൂണ് ഹോൾ പെപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 1-2 ചെറിയ വഴനയില, പിന്നെ ഒരു 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പോലെ പെരുംജീരകവും ചെറിയ ജീരകവും. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം. തക്കാളി ഉള്ളിയൊക്കെ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിൻ്റെ കൂടെ വേറെയൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇതാദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം മുറിച്ച് വെച്ചു. ഇനി നമുക്ക് ഹോൾ ഗരം മസാല ഫസ്റ്റിൽ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം വറ്റൽമുളക് വലിയതാണെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് കീറി ഇട്ടാൽ മതി. അതും ഇട്ട് ഉള്ളി, തക്കാളി, പിന്നെ കറിവേപ്പിലയും ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട, ഒരു ക്രഷ് ചെയ്തിട്ട് അങ്ങനെയൊരു രൂപത്തിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു 1/4 കപ്പിന് 1/2 കപ്പിനിടയിൽ ഒരു 1/3 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചിക്കനിലേക്ക് നമുക്ക് ചേർക്കാം. അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കാം. എന്നിട്ട് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിലിത് പുരട്ടി വെക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ശേഷം നമുക്ക് അതൊരു 5-10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അടച്ചിട്ട് മാറ്റി വെക്കാം. അവിടെ നിന്ന് അതിന് ഉപ്പും എരിവും എല്ലാം പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർക്കാം. അതും കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം അതൊന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചിക്കൻ നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകും. നമ്മളിതൊരു ഡ്രൈ ഫ്രൈ ആയിട്ടില്ല എടുക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇപ്പം 5-6 മിനിറ്റിലേ ആയുള്ളൂ. ചിക്കൻ്റെ വേവ് ബ്രോയിലർ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ വേവും. ഒരു 20-25 മിനിറ്റാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം മസാലയൊക്കെ പിടിച്ച് ഒന്ന് വെന്ത് ആ മസാലയൊക്കെ അതിനെല്ലാം പറ്റി ആ ഒരു ഡ്രൈ ഫ്രൈ ആകുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ആ കോക്കനട്ടിൻ്റെ മസാല. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് പിന്നെ ചേർക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു 20-25 മിനിറ്റായി നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെറൈറ്റി ഡിഷാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്